മഹാന്മാര് പഠിപ്പിക്കുന്നില്ലേ? ഈമാനില്ലാതെ മരിക്കേണ്ട ദുർഗതിയാണോ വരുന്നതെങ്കിൽ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിനക്കറിയോ, അസ്രായീൽ അലൈഹിസ്സലാം നിന്റെ മുന്നിൽ വരുന്ന രംഗം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പറഞ്ഞു തരുന്നുണ്ട്. ഇബ്രാഹിം നബി അസ്രായീലിനോട് പറഞ്ഞല്ലോ, ഈമാനില്ലാത്തവരുടെ അരികിലേക്ക് റൂഹ് പിടിക്കാൻ ചെല്ലുന്ന രംഗം ഏത് രൂപത്തിലാണെന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബിയോടൊന്ന് കണ്ണു ചിമ്മാൻ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെട്ടല്ലോ. കണ്ണു ചിമ്മി ഇബ്രാഹിം നബി തുറന്നപ്പോ സഹോദരിമാരെ, മുന്നിൽ ഒരു കറുത്ത രൂപം നിൽക്കുന്നു. ആകാശം മുതൽക്ക് ഭൂമി വരെ നിറഞ്ഞു നിൽക്കുന്ന മുടിയാകെ ചിക്കിപ്പരത്തിയ ഒരു കറുകറുത്ത രൂപമതാ. കണ്ണിൽ നിന്ന് തീജ്വാല പുറത്തേക്ക് വരുന്നു, വായിൽ നിന്ന് തീ കഷ്ണങ്ങൾ ഉതിർന്നു ചാടുന്നു, നഖം നീണ്ടുപോയിട്ടുണ്ട്, പല്ല് നീണ്ടുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്രായീലിനെ ഈ രൂപത്തിൽ കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണുപോയി. ഏത് ഇബ്രാഹിം എന്ന് നിങ്ങൾ ചിന്തിക്കണം സഹോദരിമാരെ. ഇബ്രാഹിം നബിയുടെ മനസ്സിന്റെ ധൈര്യം ചെറുതല്ലായിരുന്നു. ചോരക്കിടാവായ തന്റെ ഇസ്മായിലിനെയും ബീവി ഹാജറ ബീവിയെയും മക്കയിലെ മൊട്ടക്കുന്നിലാരുമില്ലാത്ത വെറും പാറക്കല്ലുകളുടെ ഇടയിൽ വിജനമായ സ്ഥലത്ത് ഇട്ടേച്ച് പോരണമെന്ന് ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല പറഞ്ഞ സമയത്ത് ഇബ്രാഹിം നബി അതിന് മനക്കരുത്ത് കാണിച്ച മഹാനാണ്. എന്താണ് ആ ധൈര്യം? ചെറുതാണോ? ഇനി നിനക്ക് കേൾക്കണോ? തന്റെ മകൻ 7 വയസ്സിലെത്തുന്ന സമയത്ത് മകന്റെ കഴുത്തിൽ കത്തിവെച്ച് അറുക്കണമെന്ന് പറയുമ്പോ അതിന് ധൈര്യം കാണിച്ച ഇബ്രാഹിം നബിയുടെ ധൈര്യമെത്രേ! അതേ മോസങ്ങളോളം കത്തിയെരിഞ്ഞതായ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയുന്ന സമയത്ത് ആ അന്തരീക്ഷത്തിലൂടെ ഇബ്രാഹിം നബി ചാടുമ്പോ ഇബ്രാഹിം നബിയിലേക്ക് മലക്ക് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞില്ലേ, ഓ ഇബ്രാഹിമേ, അങ്ങേക്കെന്തു വേണോ അതൊക്കെയും ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോ ഹസ്ബി എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞ് തനിക്ക് വന്നതിൽ ക്ഷമിച്ച് അതിന് മനോധൈര്യം കാണിച്ച ഹിമ്മത്ത് പ്രകടിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീക്കുണ്ടാരത്തിലേക്ക് ചാടാൻ ധൈര്യം കാണിച്ചില്ലേ? വലിയ ധൈര്യത്തിന്റെ ഉടമ അസ്രായീലിനെ കണ്ടപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, മറിഞ്ഞങ്ങോട്ട് വീണു. ബോധം തെളിഞ്ഞിട്ട് റബ്ബിനോട് പറയുന്നു, അല്ലാഹുവേ മാപ്പ് തരണമെന്ന് പറഞ്ഞില്ലേ? ഈ ഭീകരനായ രൂപത്തിൽ അസ്രായീൽ നമ്മളെ തലക്കു ഭാഗത്ത് വന്നു നിൽക്കുമ്പോൾ ഇനി നിനക്ക് കേൾക്കണോ? കുറെ മലക്കുകളെ നീ വേറെയും കാണുന്നുണ്ട്, ആകാശം വരെ മലക്കുകൾ നിൽക്കുന്നത് കാണുന്നുണ്ട്. അവരൊക്കെ ഈ ഭീതിപ്പെടുത്തുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാതെ നിസ്കാരം നഷ്ടപ്പെടുത്തി ഖളാക്കി ജനാബത്ത് കുളിക്കേണ്ട സമയത്ത് കുളിക്കാതെ രാവിലെ സമയങ്ങളിൽ അത് നീട്ടിവെച്ചുകൊണ്ട് ളുഹറിന്റെ വക്തിലേക്ക് നീട്ടിവെക്കുന്ന, ഉച്ചയുടെ കുളിയിലേക്ക് നീട്ടിവെക്കുന്ന എത്ര ചെറുപ്പക്കാരികൾ, ഭാര്യമാരന്റെ കൊച്ചുപെങ്ങന്മാർ മരണത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ മോളെ?